എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സിലബസ് വൈസ് നമ്മുടെ അറ്റ് കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സിൽ നമ്മൾ സിലബസ് വൈസ് ആയിട്ട് നമുക്ക് 80, അതായത് ഒരു LGS നിലവാരമാണെങ്കിൽ നമുക്ക് 80 മാർക്ക് ഏതിലുണ്ട്? GK വിഭാഗത്തിൽ 80 മാർക്കോളം വരുന്നുണ്ട്. മറ്റേ LDC നിലവാരം എടുക്കുമ്പോൾ നമുക്ക് എത്ര മാർക്ക് വരുന്നുണ്ട്? 70 മാർക്കിൻ്റെ അടുത്ത് LDC നിലവാരത്തിലും ജനറൽ നോളജിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 70 മാർക്ക് സ്കോർ ചെയ്യണം. ഇവിടെ 80 ആണെങ്കിൽ 80 മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ അതിന് നമ്മുടെ പരീക്ഷ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിലൂടെയും അല്ലെങ്കിൽ പുതിയ പല അറിവുകളിലൂടെയും നമ്മൾ സമ്പാദിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ സിലബസ് വൈസ് ആയിട്ട് ഓരോ സിലബസും എന്ത് ചെയ്യണം? ഓരോ മൊഡ്യൂളും സിലബസ് വൈസ് ചെയ്തിട്ട് സ്കൂൾ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി പഠിക്കുക. ഒന്നാമത്തേത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. 2. മൂന്നാമത്തേത്, PSCയുടെ ഇഷ്ടപ്പെട്ട ഏരിയകളെ തെരഞ്ഞുപിടിച്ച് അതിനെ ഒരു പ്രത്യേക സെക്ഷൻ ആക്കിയിട്ട് മാറ്റുക. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ചെയ്താൽ എന്താണ്? നമുക്ക് ഈ ജനറൽ നോളജ് എന്ന പോർഷനിൽ നമുക്ക് മാർക്ക് പരമാവധി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സ്കോർ ചെയ്യാനായിട്ട് കഴിയും. അപ്പം നമ്മുടെ ചാനലിൽ എന്താ പോകുന്നത്? ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മൾ ഇതേ ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. അതിലൊരു മാറ്റവും ഇനി ഉണ്ടാവില്ല. സിലബസ് വൈസ് ആയിട്ട് ഓരോ ടോപ്പിക്കും 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ അടിസ്ഥാനമാക്കിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ അടിസ്ഥാനമാക്കിയും A to Z പോയിന്റ് അടിസ്ഥാനമാക്കി ഓരോ വിഷയവും ക്ലാസ് എടുത്തു തരുന്നുണ്ട്. 2023 നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇനി 2022 എടുക്കും, 2021 എടുക്കും. എക്സാം ആകുമ്പോഴേക്കും നമുക്ക് അതൊക്കെ കഴിയും. പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? ഇനി ഒരു സെക്ഷനും കൂടി ആരംഭിക്കുകയാണ്. PSC എന്നും ഈ മേഖലകൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. ആ മേഖലകളെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യാണ്? അതിനെ ഒരു ഭാഗത്തിലേക്ക് മാറ്റി പഠിച്ചു പോവാണ്. PSCയുടെ ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞിട്ടായിരിക്കും ക്ലാസ്സുകൾ വരിക. ഇത് 1ാമത്തെ ക്ലാസ് ആണ്. ഇനി അതേപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് അറിയാം. ഈ ഏരിയ ഒക്കെ എന്നും PSCയുടെ ഇഷ്ടമേഖലയാണ്. അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ വരുന്ന സമയത്ത് മാർക്ക് എന്ത് ചെയ്യാൻ കഴിയും? സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഇന്ന് കേരള PSCയുടെ ഹോട്ട് ടോപ്പിക്സിലെ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ എക്കണോമിക്സ് സെക്ഷനിലെ ഉൽപാദന മേഖലകൾ എന്ന സെക്ഷനാണ്. ഇതാണ് ഉൽപാദന മേഖലകൾ. ഏതൊക്കെയാണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഏതൊക്കെയാണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അങ്ങനെ 3 ഉൽപാദന മേഖലകളാണ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉള്ളത്. അതിൽ പ്രാഥമിക മേഖലയിൽ ഏതൊക്കെ വരും, ദ്വിതീയ മേഖലയിൽ ഏതാണ്, തൃതീയ മേഖല എന്നും ഒരു മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്തുണ്ട്. അപ്പൊ പ്രാഥമിക മേഖലയിൽ വരുന്നത് ഏതൊക്കെയാണ്? 1. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം ഏതിലാണ്? പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. അതുപോലെ ഈ പ്രാഥമിക മേഖലയെ അറിയപ്പെടുന്ന മറ്റു പേരാണ് കാർഷിക മേഖല. ഇതൊക്കെ എല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. ഈ തന്നിട്ടുള്ളത് ഫുള്ളും പ്രീവിയസ് ആണ്. അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം പറഞ്ഞു അല്ലേ? കാർഷിക മേഖല എന്നറിയപ്പെടുന്ന മേഖല ഏത്? പ്രാഥമിക മേഖല. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന മേഖല പ്രാഥമിക മേഖല. പഠിച്ചല്ലോ. പ്രാഥമിക മേഖല ഏതൊക്കെയാണ്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം. ഇവ വരുന്നത് പ്രാഥമിക മേഖലയിലാണ്. കാർഷിക മേഖല എന്നറിയപ്പെടുന്നത് പ്രാഥമിക മേഖലയാണ്. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും പ്രാഥമിക മേഖലയിലാണ്. ഇനി ദ്വിതീയ മേഖലയിൽ വരുന്നതാണ് വ്യവസായം, വൈദ്യുതി, കെട്ടിട നിർമ്മാണം, സാധനങ്ങളുടെ ഉൽപാദനം. വ്യവസായം, വൈദ്യുതി, കെട്ടിട നിർമ്മാണം, സാധനങ്ങളുടെ ഉൽപാദനം. ഇതൊക്കെ ദ്വിതീയ മേഖലയിൽ വരുന്നതാണ്. ഇനി തൃതീയ മേഖലയിലാണ് വ്യാപാരം, വാണിജ്യം. ഇതൊക്കെയാണ് വ്യാപാരം, വാണിജ്യം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് സേവന മേഖല എന്നറിയപ്പെടുന്നത് തൃതീയ മേഖല, കാർഷിക മേഖല എന്നറിയപ്പെടുന്നത് പ്രാഥമിക മേഖല. ദേശീയ വരുമാനത്തിൽ കൂടുതൽ സംഭാവന നൽകുന്നത്, നാഷണൽ ഇൻകത്തിൽ കൂടുതൽ സംഭാവന നൽകുന്നത് തൃതീയ മേഖലയാണ്. എന്നാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രാഥമിക മേഖലയാണ്. ഈ 2 വ്യത്യാസം പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ ഇത് മനസ്സിലായല്ലോ, ഏരിയ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് ഈ പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും നന്നായി പഠിക്കുക. ഓക്കെ. അപ്പൊ ഇതിലില്ലാത്തത് ചോദിക്കുമ്പോൾ അത് ഏതിൽ വരും? തൃതീയ മേഖലയിൽ വരും. അപ്പൊ പ്രാഥമിക മേഖലയാണ് കാർഷിക മേഖല എന്നറിയപ്പെടുന്നത്. ദ്വിതീയ മേഖലയാണ്
ഏതാണ്? വ്യവസായം അല്ലേ? വ്യവസായത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് തൃതീയ മേഖലയാണ്, സേവന മേഖല എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്നും കൂടി റിവിഷൻ വരാം. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ അല്ലേ? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിലാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും. ഒന്നുകൂടി റിവിഷൻ ചെയ്യണേ, ഇവിടെ നിന്ന് ക്ലാസ് തന്നെ പഠിച്ചു പോകാനായിട്ടാണ് റിപ്പീറ്റേഷൻ കൊടുക്കുന്നത്. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് കാർഷിക മേഖല. കാർഷിക മേഖല എന്നറിയപ്പെടുന്നത് പ്രാഥമിക മേഖലയാണ്. ദ്വിതീയ മേഖലയിലാണ് വ്യവസായം, വൈദ്യുതി, കെട്ടിട നിർമ്മാണം, സാധനങ്ങളുടെ ഉൽപാദനം. ഇനി തൃതീയ മേഖലയിലാണ് വ്യാപാരം, വാണിജ്യം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഒക്കെ ഇതിലാണ്? തൃതീയ മേഖലയിലാണ്. സേവന മേഖല എന്ന് അറിയപ്പെടുന്നത് തൃതീയ മേഖലയിലാണ്. ദേശീയ വരുമാനത്തിൽ കൂടുതൽ സംഭാവന നൽകുന്നത് തൃതീയ മേഖലയിലാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാം? അങ്ങനെ ഓരോരോ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഹോട്ട് ടോപ്പിക്സ് തീർത്ത് വരാം. നമ്മൾ സിലബസ് ബേസ് ചെയ്തിട്ട് കേരളം ഭരണ സംവിധാനം ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയും എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട്. ഓക്കെ, ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക. ആദ്യം മാർക്ക് ഏരിയക്ക് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പോകുന്ന കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ടോപ്പിക്കുകൾ എടുക്കുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. 22 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്, പ്രയോജനപ്പെട്ട. അപ്പൊ നമുക്ക് അടുത്ത ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.